എൻ്റെ ബ്രദറും ഭയങ്കര ഒരു ടെക്കിയാണ്. ഇപ്പോഴാണ് പുള്ളി ഒരു ആപ്പിളിൽ ഒതുങ്ങിപ്പോയത്. പക്ഷേ പുള്ളി പണ്ട് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എനിക്കുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടെക്ക് എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ആ ഫോണാണ്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അപ്പം എങ്ങനെയാണ് ഈ എത്തിക്സിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അത് ഫോൺ കാശ് കൊടുത്ത് മേടിക്കും. ഭയങ്കര നഷ്ടമാണ്. പക്ഷേ അതൊരു ഭയങ്കര നഷ്ടമാണ്. പക്ഷേ ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറയും ആ എത്തിക്സ് എന്നല്ല, നമ്മളാ ചാനൽ ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ആൾക്കാർക്ക് അറിയാം. ഞാൻ ഐ സേ ദ പ്രോസ് ആൻഡ് കോൺസ്. ഈവൻ ഇപ്പം ആൾക്കാരായിട്ട് ഐഫോൺ വിരോധി എന്നൊക്കെ പറയുമെങ്കിലും എൻ്റെ പേജ് എടുത്ത് നോക്കിയാണ് ലെറ്റ് ഇറ്റ് ബി സാംസങ് എന്ന് പറയും. എനി ഫോൺ ഞാൻ അതിൻ്റെ കോൺസ് പറഞ്ഞിരിക്കും. അതായത് ഇങ്ങനത്തെ കുറച്ച് പോരായ്മകളും ഉണ്ട് ഈ ഫോണിൽ എന്ന് പറയും. പിന്നെ എല്ലാ ഫോണുകളും റിവ്യൂ ചെയ്യുന്നൊരു ചാനലും അല്ല എൻ്റെ ചാനൽ എന്ന് പറയുന്നത്. അതായത് ഈ ഇന്നിറങ്ങണ ഫോൺ അത് മേടിച്ച ചെയ്യില്ല, എനിക്കതിന് താല്പര്യമില്ല. അതായത് ഐ ഡോണ്ട് വോണ്ട് ടു കൺഫ്യൂസ് പീപ്പിൾ. ഇഷ്ടം പോലെ ഫോൺ ആസ് വി സ്പീക്ക് ഇറങ്ങുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എനിക്ക് കണ്ടിട്ട് അത് കൊള്ളാം നോക്കാം എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. പിന്നെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. പ്രൈസ് പോയിന്റ് നോക്കും. എല്ലാവരുടെയും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 30,000 എന്ന് പറയുന്ന ഒരു പ്രൈസ് ടാഗാണ്. അണ്ടർ 20,000 നത്തിങ്. അണ്ടർ 20,000 ഒരു ഫോണും ഇല്ല, ഏത് മേടിച്ചാലും കണക്ക് തന്നെ. ആ ഒരു 30,000 ആ ഒരു അവിടെയാണ് എല്ലാവരും, ബിക്കോസ് അവരുടെ ബഡ്ജറ്റും അതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പം ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ഫോണുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഹൈ എൻഡ് പോവുക എന്ന് പറയുന്നത് പിന്നെ അവരിഷ്ടമാണ്. ദാറ്റ് ഈസ് ലൈക്ക് ഇഫ് യു ഹാവ് ദ മണി യു ബൈ. നിങ്ങൾക്ക് ഐഫോൺ 15 Pro Max ഇപ്പോഴത്തെ ഈ ഫോൾഡോ എന്തോ അത് നിങ്ങളിഷ്ടമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ 1,00,000 മണ്ടേ ഒരു ഫോണും മേടിക്കരുത്. അതിൻ്റെ ആവശ്യം എന്തിനാണ് 1,00,000 മുകളിൽ ഒരു ഫോൺ മേടിക്കുന്നത്? ഇപ്പോൾ ഫോൺ മേടിക്കുന്ന എല്ലാവരും ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അതായത് ദ എമൗണ്ട് ഓഫ് പീപ്പിൾ ഹു ആർ ടേക്കിംഗ് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ആൻഡ് എഡിറ്റിംഗ് ഓൺ ദിസ് സ്റ്റഫ് ഓൺ ഗെയിമിംഗ് എല്ലാം കൂടി. പിള്ളേർ ഗെയിമിങ് വെച്ചിട്ട് ജീവിക്കാൻ തുടങ്ങി. ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ അത് കുറയാണ്, അതിൻ്റെ പവർ കുറയാണ് ഇൻ ടൈം. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ഇതാണ് നമ്മൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ലൈക്ക് നമ്മൾ ഇത് വന്നിരുന്ന് പറയുമ്പം എൻ്റെ ഫോണൊക്കെ അല്ലല്ലോ, അങ്ങനെയല്ല. ഐ ഹാവ് യൂസ്ഡ് ഫോൺസ് ആൻഡ് ഐ നോ ഹൗ തിങ്സ് വർക്ക്. അപ്പം ഈ ഒരു സാധനം നമ്മൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ ഞാൻ അതാണ് എല്ലാവരും ഈ ജെന്യുവിൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ആ ലോങ് ടേം യൂസ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ഇങ്ങനെ തോന്നി. അല്ലാതെ ഈ ചില ഇപ്പോൾ ബ്രാൻഡ്സ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതെന്ന് പറഞ്ഞാൽ ദേ ആർ ജസ്റ്റ് പ്രൊമോട്ടിങ് സ്റ്റഫ്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ്. എനിക്ക് അങ്ങനെ പ്രൊമോട്ടർ ആവാൻ താല്പര്യമില്ല. അതിന് അവർ ആ നടന്മാരെയോ നടിമാരെയൊക്കെ വെച്ച് ചെയ്തോട്ടെ. നമ്മൾ റിവ്യൂവർ എന്നുള്ള രീതിയിലാണ് ആൾക്കാരിലോട്ട് കാണിക്കുന്നത്. ബി എ റിവ്യൂവർ, യു ബൈ ദ പ്രോഡക്റ്റ്. കൺസ്യൂമർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ട് ഒരു റിവ്യൂ കൊടുക്കുക. എന്നാലും അവിടെ പോരെ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം നിങ്ങളുടെ ഒപ്പീനിയൻ പ്ലീസ് എൻ്റെ അടുത്ത് ഈ കമൻറ്റ് ബോക്സിൽ പറയുക. ബിക്കോസ് ഞാൻ ഇത് ഒരു പോയിന്റ് ചെയ്യുമ്പോൾ ഇത് തട്ടും. ബിക്കോസ് നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ ഫോൺ വിറ്റാലേ അടുത്ത ഫോൺ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇതിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് അത്യാവശ്യം നല്ല ഫോണാണ്. പക്ഷേ ഇതിൻ്റെ പോരായ്മകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഗാഡ്ജറ്റുകൾ ഇപ്പോൾ കൂടുതലും ഉപയോഗത്തിനപ്പുറത്തേക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഐഡന്റിറ്റി അവരുണ്ടാകുന്ന സാധനം. അല്ലാതെ ഇപ്പം ആപ്പിള് മറ്റേ പകുതി അടിച്ച ആപ്പിള് അത് അവരുണ്ടാക്കിയ ഒരു സാധനമാണ്. ദർ മാർക്കറ്റിംഗ് ഇസ് ബ്രില്യൻറ്റ്. ഇപ്പം നോക്ക്, എല്ലാവരുടെ കയ്യിലും ഐഫോണുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. എല്ലാവരും ഐഫോൺ എടുത്തു. പെരുമാറ്റപ്പെട്ട എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഐഫോണുണ്ട്. പണ്ട് അതിനൊരു നമ്മൾ പറയും സെൽഫ് എസ്റ്റീം തരുന്ന ഒരു സാധനമാണ് ഐഫോൺ. ഇപ്പോൾ അത് ആ സെൽഫ് എസ്റ്റീം ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഫോൾഡബിൾ എടുക്കുകയാണ്. ബിക്കോസ് ദാറ്റ്സ് റെയർ ആയി തുടങ്ങി ആൾക്കാർക്ക്. അതാണ് ഒരാൾക്ക് ഒരു പോയിന്റ് അതിന് സ്റ്റാൻഡ് ഔട്ട് ആവണം. എസ്പെഷ്യലി ഹു ഹാസ് മണി. അവർക്ക് ആ ഒരു സാധനം വേണം. അതായത് ബാക്കിയുള്ളവരെക്കാട്ടിലും ഞാനൊന്ന് വേറിട്ട് നിൽക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിമിറ്റഡ് എഡിഷൻസ്, ഗോൾഡ്, മറ്റേത് മറിച്ചത്, ബാക്കിൽ റോളക്സ് വെച്ച ഐഫോൺ, അതൊക്കെ ഇറക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ആപ്പിൾ എന്ന് പറയുന്ന പേര് ഒന്നുമില്ല. ഞാൻ വളരെ ബ്ലാൻഡ് ആയിട്ട് പറഞ്ഞത് ദർ ഇസ് നത്തിങ്. ആ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എന്ത് ഭയാനക സാധനമാണ്. ഇപ്പോൾ കുറേ വരും പ്രിവസി ഉണ്ട്, മറ്റതുണ്ട്, ആഡ്സ് ഇല്ല. സോ വാട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം ചെയ്യുന്നൊരു ഡിവൈസ് പോരെ.
ചിലവർക്ക് ആഡ്സ് ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സാധാരണക്കാരൻ പോയി ഒരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ അവർ പറയും, ചേട്ടാ ബ്രോ എനിക്കൊരു 20,000 രൂപ ഫോൺ, എനിക്കൊരു 30,000 ഫോൺ. അവന്മാർ ഏറ്റവും വേഴ്സ് ഫോൺ ആയിരിക്കും അത് തല വെച്ച് കൊടുക്കുന്നത്. ബിക്കോസ് ദേ ഗെറ്റ് കമ്മീഷൻ ഫ്രം ദ കമ്പനി. അങ്ങനത്തെ ഒരു പോയിന്റ് ആണ് ഓഫ്ലൈൻ മാർക്കറ്റ്. ഓൺലൈൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നവരാണ് നമ്മളെ പോലത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നല്ല ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. ബാക്കി ആ ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് ഇതാണ്, കടയിൽ പോകുന്നത്. അതായത് ഈ എസ്പെഷ്യലി ഒരു യൂത്ത് എന്നുള്ള രീതിയിൽ നിന്ന് താഴെയുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പോയിട്ട് ഒരു ഫോൺ ചോദിക്കുന്നു, ആ കടക്കാരൻ നല്ല രീതിയിൽ വെച്ചു കൊടുക്കുന്നു. എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞൊരു കമന്റ് ആണ്, ഷസാമിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഫ്രൂട്ട് ആപ്പിൾ ആണെന്ന്. അവർ ഞാൻ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ആപ്പിൾ. ഞാൻ ആപ്പിളിന്റെ പ്രശ്നങ്ങൾ മാത്രം പറയും. ആപ്പിൾ ഇസ് ഇൻ ദ പെർഫെക്റ്റ് ഫോൺ. എൻ്റെതാണ്. എല്ലാവരും ഒന്നും ഇതുപോലെ ഒരു ഗസ്റ്റ് ഇതുപോലെ പെർഫെക്റ്റ് ഇല്ല. എനിക്ക് ഓപ്പൺ ആയിട്ട് പറയണേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ നോ ഫോൺ ഇൻ ദിസ് വേൾഡ് വീഡിയോ എടുക്കാൻ ആപ്പിളിനെ വെട്ടാൻ പറ്റില്ല. ദേ ആർ ദ ബെസ്റ്റ്. അതല്ലാതെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കുറച്ച് ഇതുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം ആൻഡ്രോയിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും അവിടെ. അത് ആപ്പിൾ ഇല്ല. നമ്മളിത് എടുത്തു പറയുമ്പോൾ നമ്മൾ പറ്റതാണ് വിരോധിയാണ്, നമുക്ക് ഇഷ്ടമല്ല. ഈ ഫോട്ടോ എന്നെ സെൽഫി എടുക്കാൻ വന്നവർ സ്ഥിരം അടിയുണ്ടായാലും ബ്രോ ആപ്പിളിൻ്റെ ഫോണാണ്. ഞാനിപ്പോൾ ഞാൻ തോന്നി എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ബ്രോ ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ സാധനം യൂസ് ചെയ്യാം. ഞാൻ എടാ പിന്നെ ടെക്ക് ചാനൽ തുറന്നു വെച്ചിട്ട് ഞാൻ പിന്നെ എല്ലാം നോക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ആപ്പിളിൻ്റെ ഒരു ഫോൺ എപ്പോഴും എൻ്റെ കൈ കാണും. ബിക്കോസ് ആപ്പിളിൽ എന്താണ് മാറ്റങ്ങൾ എന്നൊക്കെ നോക്കണമല്ലോ, ആവശ്യം അനുസരിച്ച് വാങ്ങുക. എക്സാക്ട്ലി. വൈ യു ഹാവ് ടു പുഷ് യുവർ ബഡ്ജറ്റ്? EMI ഒക്കെ കൊടുത്ത് വലിയ വലിയ വില കൊടുത്ത് എന്തിനാണ് ആ ഒരു ഫോൺ? എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല വൈ യു ഹാവ് ടു സ്പെൻഡ് സോ മച്ച് ഫോർ എ മൊബൈൽ ഡിവൈസ്. ഞാൻ പറയും, ഒന്ന് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ നോക്കുക, മെസ്സേജ്, ഫോൺ വിളി, നല്ലൊരു സ്ഥലത്ത് പോയി മെമ്മറീസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള ക്യാമറ. ഈ ചിലവരൊക്കെ ഒന്ന് ക്യാമറ നമ്മൾ ഈ കാണുന്ന ക്യാമറേനെയൊക്കെ വെച്ചൊക്കെ കമ്പയർ. ഞാൻ പറയും എന്തിന്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഷസാം ചിന്തിച്ചിട്ടുണ്ടോ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ മിസ്കൺസെപ്ഷൻ ഉള്ളത് എന്താണെന്നുള്ളത്? അല്ല, അത് എന്നെ കുറിച്ച് മാത്രമല്ല, ആസ് എ യൂട്യൂബർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ദേ ആർ വെരി റിച്ച്. വി ആർ നോട്ട് റിച്ച്. വി ആർ ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പം ഞാൻ പറയും, ഒരു നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ഏതെങ്കിലും ഒരു A, B whatever the company, if he is getting monthly ഒരു 70K എന്ന് വിചാരിക്കുക, ഫോർ ഹിം നമ്മുടെ ജോലി ഒരു ബെറ്റർ. അമ്മാരെന്തോന്ന് വെറുതെ വീഡിയോ ഇടുന്ന കാശുണ്ടാകണം, ലക്ഷങ്ങൾ ഉണ്ടാകണം. ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ഐ തിങ്ക് യു ഗൈസ് നോ, ആ ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ ദ എമൗണ്ട് ഓഫ് വീഡിയോ വിച്ച് ഹാവ് ടു പുട്ട് ഒരു മാസം, അത് ആൾക്കാർ കാണുമോ ഇല്ലയോ, അവർ കാണുന്ന വെച്ചിട്ടാണ് നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഞാനൊക്കെ നഷ്ടത്തിലാണ്. ഒരു ഫോണിൻ്റെ പ്രൈസിൻ്റെ പകുതി പോലും എനിക്ക് കിട്ടില്ല. ആ നഷ്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഇപ്പം നമുക്കുണ്ട് ചിലവ്, മനസ്സിലായില്ലേ? പുതിയ ഗിയർ, പുതിയ ഫോണ്, വീട്ടിലെ ചിലവ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഈ കിട്ടുന്ന കാശ് അതിനേ ഉള്ളൂ, ചിലവാന്നുള്ളൂ. ഞാൻ മറ്റേ റോളിങ്ങിലാണ്. നമുക്ക് മറ്റേ സേവിങ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഞാൻ പറയില്ല, ഇപ്പം നമുക്ക് വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് വന്നതാണ്. അപ്പം എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. നത്തിങ് അണ്ടർ ദ ടേബിൾ, നത്തിങ്. ബിക്കോസ് നമ്മൾ പഠിച്ച് വളർന്ന അങ്ങനെയാണ്, നമ്മൾ കണ്ട പടങ്ങളും അങ്ങനെയാണ്, നമ്മൾ ശിവാജിയൊക്കെ കണ്ടു വളർന്ന ആൾക്കാർ. അപ്പം നമ്മൾ ഒരിക്കലും ആ ഒരു പാതയിലൊന്നും പോകുന്ന നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് വിൽ ഹാസ് ടു ഗോ ത്രൂ ദ അക്കൗണ്ട്. അപ്പൊ ആ അക്കൗണ്ട് അവരടുത്ത് ചോദിച്ച സത്യാവസ്ഥ പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ കണ്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈടി ചോദിച്ചു, എന്തിനാ മോനെ നീ ഇങ്ങനെ കാശ് കൊടുത്ത് റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിയില്ലേ? അതെ, അപ്പൊ അവര് ചോദിച്ചാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും നമ്മളെയൊക്കെ ഒരു ഇത്. ബട്ട് ദർ ആർ ആക്ച്വലി പീപ്പിൾ ഹു ആർ വെരി സ്മാർട്ട്. പ്രോഡക്ട്സ് ഒക്കെ ആൾക്കാരെ നിന്ന് മേടിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, വെൽ ആൻഡ് ഗുഡ്, അത് അവരിഷ്ടമാണ്. പക്ഷെ എൻ്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള സാധനം കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ നഷ്ടം അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കും ബ്രാൻഡ്സിന്റെ ഫോണും മേടിച്ച് വെച്ചിട്ട് അവരിൽ നിന്ന് കാശും മേടിച്ച് വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാം. ആ സത്യം വരും. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ സുഖമായിട്ട് കാശുണ്ടാക്കാം. അല്ലാത്ത വശം വൻ നഷ്ടമാണ്.